ഞാൻ ഈ അടുത്തിടയ്ക്ക് ഇറ്റലിയിലെ പാദുവ സന്ദർശിക്കാനായിട്ട് പോയിരുന്നു. എൻ്റെ ചെറുപ്പം മുതലുള്ള ഒരാഗ്രഹമാണ് എന്നെങ്കിലും പാദുവ കാണണമെന്നുള്ളത്. അതിനൊരു കാരണമുണ്ട്. ഞാൻ ജനിച്ചു വളർന്നത് ചെട്ടിക്കാടിനടുത്താണ്. അതുപോലെ തന്നെ എൻ്റെ പഠനം പൂർത്തിയാക്കിയത് എറണാകുളത്താണ്. അപ്പോൾ കലൂര് വിശുദ്ധ അന്തോനീസ് പുണ്യവാളനെയും ചെട്ടിക്കാട് വിശുദ്ധ അന്തോനീസ് പുണ്യവാളനെയും എപ്പോഴും കണ്ടുകൊണ്ട് വളർന്ന ഒരു ചെറുപ്പമാണ് എനിക്കുള്ളത്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ സ്കൂൾ വെക്കേഷൻ ആകാനായിട്ട് കാത്തിരിക്കും. എന്തിനാണെന്നറിയാവോ? എല്ലാ ചൊവ്വാഴ്ചയും ചെട്ടിക്കാട് വിശുദ്ധ അന്തോനീസിൻ്റെ പള്ളിയിൽ പോകാനും നൊവേന കൂടാനും. ഒരുപാട് ധൈര്യമുള്ള, യേശുവിന് വേണ്ടിയിട്ട് ആരോടും ചലഞ്ച് ചെയ്യാൻ കഴിവുള്ള, കഴുതയെ കൊണ്ടുപോലും ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിൽ മുട്ടുമടപ്പിക്കാൻ കഴിവുള്ള ആളായിരുന്നു വിശുദ്ധ അന്തോനീസ്. അതുപോലെ തന്നെ തൻ്റെ പ്രസംഗം, ക്രിസ്തുവിനെക്കുറിച്ചുള്ള വചനപ്രഘോഷണം ജനങ്ങൾ കേൾക്കാൻ വിസമ്മതിച്ചപ്പോൾ നദീതീരത്ത് പോയി നിന്ന് പ്രസംഗിച്ച് മീനുകൾ വരെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ വെള്ളത്തിന് മുകളിൽ പൊങ്ങി വന്നു. അതുകണ്ട് ആളുകൾ മനസ്തപിച്ച് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കുകയും ക്രിസ്ത്യാനികളായി മാറുകയും ചെയ്ത ഒരുപാട് കഥകൾ അന്തോനീസ് പുണ്യാളൻ്റെ ചരിത്രത്തിന് പിന്നിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് കുറച്ചുകൂടെ അന്തോനീസ് പുണ്യാളനെ ഇഷ്ടം. ദൈവത്തിന് വേണ്ടി ആരോടും ചലഞ്ച് ചെയ്യുവാനും അത് ദൈവം വഴി പ്രവർത്തിപ്പിച്ച് കാണിക്കാനും, അതുപോലെ തന്നെ പ്രസംഗത്തിലുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ്, ഇതെല്ലാം വായിച്ചറിഞ്ഞ ഒരു ബാല്യകാലമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പാദുവ എന്നെങ്കിലും പോണം എന്ന് ഞാൻ വിചാരിച്ചതും എനിക്കതിന് ദൈവം അനുഗ്രഹിക്കുകയും ചെയ്തു. ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് പാദുവായിലെ വിശുദ്ധ അന്തോനീസിൻ്റെ പള്ളിയും അദ്ദേഹത്തിൻ്റെ അഴുകാത്ത നാവും ശരീരഭാഗങ്ങളുമാണ്. പോകാം നമുക്ക് അവിടേക്ക്. നോർത്തേൺ ഇറ്റലിയിലാണ് പാദുവ സ്ഥിതി ചെയ്യുന്നത്. വെനീസിൽ നിന്നും ഏകദേശം 40 കിലോമീറ്റർ ദൂരമേയുള്ളൂ പാദുവായിലേക്ക്. പാദുവയ്ക്ക് ഒരുപാട് സവിശേഷതകളുണ്ടെങ്കിലും പാദുവ അറിയപ്പെടുന്നത് വിശുദ്ധ അന്തോനീസിന്റെ പേരിലാണ്. സെയിന്റ് ആന്റണി മരിച്ച് 1 വർഷം കഴിഞ്ഞാണ് പാദുവായിലെ ഈ ബസിലിക്കയുടെ പണി ആരംഭിച്ചത്. പല രീതിയിലുള്ള ആർക്കിടെക്ചർ സ്റ്റൈലിൽ ആണ് ഈ ബസിലിക്ക പണിതിരിക്കുന്നത്. ഗോത്തിക്, റോമനിക്, ബൈസന്റൈൻ സ്റ്റൈൽ അഥവാ താഴിക കുടങ്ങളോട് കൂടിയ വിവിധ തരം ശൈലികളിലാണ് ഈ ബസിലിക്ക നിർമ്മിച്ചിരിക്കുന്നത്. ഈ ബസിലിക്കയിൽ മെയിൻ അൾത്താര കൂടാതെ 4 ചാപ്പലുകളുണ്ട്. 1 സെന്റ് ആന്റണിയുടെ കബറിടം ഉള്ള ചാപ്പൽ, 2 ബ്ലാക്ക് മെഡോണ ചാപ്പൽ, ചാപ്പൽ ഓഫ് ബ്ലെസഡ് ലൂക്ക്, ചാപ്പൽ ഓഫ് റിലിക്സ് അഥവാ ട്രഷറി ചാപ്പൽ. സെയിന്റ് ആന്റണിയുടെ കബറിടമാണ് ഈ കാണുന്നത്. വിശുദ്ധനെ ആദ്യം അടക്കം ചെയ്തത് ഒരു ചെറിയ പള്ളിയായ സാന്റാ മരിയ മാറ്റർ എന്ന പള്ളിയിലാണ്. പിന്നീട് ഈ പള്ളി സെയിന്റ് ആന്റണീസ് ബസിലിക്ക ആയി പുനർനിർമ്മിച്ചു. അതിനുശേഷം പുതിയ പള്ളിയിലേക്ക് വിശുദ്ധന്റെ ബോഡി മാറ്റി. അതിമനോഹരമായ കബറിടത്തിനു ചുറ്റും വിശുദ്ധന്റെ ജീവിതത്തിലുണ്ടായ സംഭവങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നു. അതുപോലെ ഒരു വശം മുഴുവനും ഫോട്ടോകളും തുണ്ടു പേപ്പറുകളും പതിപ്പിച്ചിരിക്കുന്നത് കാണാം. വിശുദ്ധൻ വഴി ലഭിച്ച അനുഗ്രഹങ്ങളുടെ നന്ദി പ്രകാശനമാണ് ഈ കത്തുകൾ. ഡൊണാറ്റെല്ല എന്ന ഇറ്റാലിയൻ ശില്പിയാണ് ഈ ബസിലിക്കയിലെ പ്രധാന ആർട്ട് വർക്കുകൾ ചെയ്തിരിക്കുന്നത്. ഇവിടത്തെ മെയിൻ അൾത്താര നിർമ്മിച്ചിരിക്കുന്നത് റെനസോൺസ് സ്റ്റൈലിലാണ്.
ഈ കാണുന്നതാണ് ചാപ്പൽ ഓഫ് റിലിക്സ് അഥവാ ട്രഷറി ചാപ്പൽ. 3 ക്യാബിനിലായിട്ടാണ് തിരുശേഷിപ്പുകൾ ഇവിടെ സൂക്ഷിച്ചിട്ടുള്ളത്. ആദ്യത്തേതിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ തിരുശേഷിപ്പ്, 2ഉം 3ഉം ക്യാബിനിൽ വിശുദ്ധ അന്തോനീസിന്റെ താടിയല്ല്, അഴുകാത്ത നാവ്, സ്കിൻ, വോക്കൽ കോഡ്, വസ്ത്രത്തിന്റെ ഭാഗങ്ങൾ എന്നിവ വച്ചിരിക്കുന്നു. അതുകൂടാതെ അദ്ദേഹത്തെ ആദ്യം സംസ്കരിച്ച പെട്ടിയും ഇവിടെയാണ് വച്ചിരിക്കുന്നത്. ട്രഷറി ചാപ്പലിന്റെ തൊട്ടടുത്ത് മറ്റു പള്ളികളിലൊന്നും അധികം കാണാത്ത ഒരു പ്രത്യേകതയുണ്ട്. ഒരു പുരോഹിതൻ ഈ ചാപ്പലിൽ എപ്പോഴും തീർത്ഥാടകരെ ഹോളി വാട്ടർ തളിക്കുകയും തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ അന്തോനീസ് ജനിച്ചത് പോർച്ചുഗലിലെ ലിസ്ബണിൽ ആണെങ്കിലും അദ്ദേഹം മരിച്ചത് ഇറ്റലിയിലാണ്. മൊറോക്കോയിലേക്ക് മിഷൻ പ്രവർത്തനത്തിനായി വിശുദ്ധ അന്തോനീസ് പുറപ്പെടുകയും വഴിയിൽ വച്ച് രോഗബാധിതനായി തീരുകയും ചെയ്തു. രോഗബാധിതനായ ആന്റണിയെയും കൊണ്ട് പോർച്ചുഗലിന് പുറപ്പെട്ട കപ്പൽ കാറ്റുമൂലം ദിശ തെറ്റി ഇറ്റലിയിലെ സിസിലിയായിൽ എത്തുന്നു. പിന്നീട് വിശുദ്ധൻ ഇറ്റലിയിൽ സ്ഥിര താമസമാക്കുന്നു. അവിടെ വെച്ച് അദ്ദേഹത്തിന് ആകസ്മികമായി പ്രസംഗിക്കാൻ അവസരം കിട്ടുകയും അദ്ദേഹത്തിന്റെ കഴിവ് ലോകം മുഴുവൻ അറിയാനും ഇടയായി. എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വിശുദ്ധനാണ് സെയിന്റ് ആന്റണി. അദ്ദേഹത്തിന്റെ വചന പ്രഘോഷണത്തിലുള്ള കഴിവും പ്രസംഗത്തിലുള്ള കഴിവും അതുപോലെ തന്നെ അദ്ദേഹം വഴി മനുഷ്യർക്ക് കിട്ടിയിരിക്കുന്ന അത്ഭുതങ്ങളും എല്ലാം കണക്കിലെടുത്ത് ലിയോ 14 മാർപ്പാപ്പ ഈ അടുത്തയിടെ അദ്ദേഹത്തെ സെയിന്റ് ഓഫ് ദി വേൾഡ് ആയി പ്രഖ്യാപിച്ചു. പാതുവായിൽ പോകുക എന്നുള്ളത് എൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു. ആ സ്വപ്നത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, പരിശ്രമിച്ചിരുന്നു. നിങ്ങളും സ്വപ്നം കാണണം, കണ്ടുകൊണ്ടിരിക്കണം. നിങ്ങളുടെ സ്വപ്നങ്ങളും പൂവണിയും.